ജീവിക്കാൻ വേണ്ടി നമ്മൾ പല ഓലങ്ങളും കിട്ടുമല്ലോ. ഈ തൊടിയിലൊന്നും ചവിട്ടാൻ പറ്റത്തില്ല, കുട്ട ഇടിഞ്ഞതാ. നമ്മളിപ്പോ എല്ലാരും കാണുന്നതല്ല, ഇന്ന് നമ്മൾ കാണുന്നത് വെച്ചാൽ കിണറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അമ്മയെ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം ചേച്ചി. നമ്മുടെ ഇവിടെ ഒരു അമ്മ കിണർ വിട്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ വന്നത്. അപ്പൊ എന്തുവാ സംഭവം എന്ന് പറയോ? സംഭവം എന്റെ മോന്റെ സംബന്ധ വീടാണ് വടക്കലത്തുകാവ്. അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെ അമ്മയുണ്ടെന്ന് പറഞ്ഞറിഞ്ഞ് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് കിണർ വെട്ടുവാണ്. കിണർ വെട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇപ്പം 10 ദിവസമായെന്ന് തോന്നുന്നു. 10 ദിവസമായില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ആ അമ്മയുടെ അടുത്തോട്ട് പോയി അമ്മയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം അല്ലേ? ഓക്കെ. അവളെ പേരെന്തുവാ? ഓക്കെ, എന്തായാലും അമ്മയൊന്ന് കണ്ടോളെ. അപ്പൊ നമ്മൾ അമ്മയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അമ്മ നമ്മുടെ കിണറ്റിലിറങ്ങി കിളയ്ക്കാനുള്ള ഒരു ധൃതിയിലാണ്. അപ്പൊ എന്തായാലും അമ്മ കിണറ്റിലിറങ്ങിയ സ്ഥിതിക്ക് ക്യാമറ കിണറ്റിലിറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കിണറ്റി വെച്ച് കാണാം. മോനെ, ഇതിനകത്തെ ഭയങ്കര കല്ല. ഈ കല്ലായതുകൊണ്ട് ഇതിനകത്ത് തൊടിയൊന്നും നല്ലപോലെ പണിയാൻ പറ്റത്തില്ല. പിന്നെ കല്ലായതുകൊണ്ട് പണിയാൻ താമസമുണ്ട്. ഒന്ന് പിന്നെ ഈ കട്ടിക്കല്ലായതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാ. അത് നമുക്ക് കിളയ്ക്കുന്ന തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കണ്ടോ കണ്ടോ, അത് കല്ല. എത്ര കട്ടിയായാലും കുഴപ്പമില്ല, അമ്മ കിളച്ച ഇറക്കൂല്ലേ? അതിപ്പോ നമ്മളിപ്പോ ജീവിക്കണ്ടായോ? ജീവിക്കാൻ വേണ്ടി നമ്മൾ പല ഓലങ്ങളും കിട്ടുമല്ലോ. ഇതിപ്പോ എത്ര കോല് താഴ്ചയുണ്ടമ്മേ? ഇതിപ്പോ ഒരു 11 കോല് കാണും. 11 കോല് ആയിട്ടുണ്ടല്ലേ? ഇനിയിപ്പോ എത്ര കോല് വേണ്ടി വരും നമുക്ക് വെള്ളം ഒന്ന് വേണേ? ഇനി ഒരു 2 കോല് കൂടെ ആകുമ്പോഴത്തേനും വെള്ളമാവൂല്ലേ? നല്ല ഉഗ്രം കട്ടിയല്ലേ? നമസ്കാരം അമ്മ. നമസ്കാരം. നമ്മളിപ്പോ എല്ലാരും കാണുന്നതല്ല, ഇന്ന് നമ്മൾ കാണുന്നത് വെച്ചാൽ കിണറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അമ്മയെ പരിചയപ്പെടാൻ പോകുന്നത് അല്ലേ? അവിടെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അമ്മയൊന്ന് പരിചയപ്പെടാം. അമ്മ പേരൊക്കെ എന്ന് പറയാമോ? എന്റെ പേര് കുഞ്ഞിപ്പെണ്ണ്. അയ്യൻകോയിക്കൽ കുഞ്ഞിപ്പെണ്ണ്. എത്ര കൊല്ലം കൊണ്ട് നമ്മൾ ഈ കിണറിനകത്തുണ്ട്? ഞാൻ ഈ കിണറിനകത്ത് എന്റെ 30ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. ഇപ്പൊ എനിക്ക് വയസ്സ് 75 ഉണ്ട്. 75 വയസ്സുണ്ട്. അപ്പൊ ഏകദേശം ഒരു 40-45 വർഷം കൊണ്ട് അമ്മ ഈ കിണറിന്റെ പണി തന്നെ. അതെ അതെ അതെ. വേറെ ഒരു പണിക്കും പോകത്തില്ല? അല്ല, എന്ത് പണിക്ക് വിളിച്ചാലും എല്ലാ പണിക്കും പോവോ? എല്ലാ പണിക്കും. പക്ഷെ എന്തായാലും ഞാൻ അറിഞ്ഞപ്പോ തന്നെ ഇനി പോരുന്നത് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിരിക്കണമല്ലോ. അതെ. വേറെ എന്താ പറയാനുള്ളത്? വേറെന്തോ പറയാനുള്ള? എന്ത് ജോലി വിളിച്ചാലും പോവും, എന്ത് പണി ചെയ്താലും അതല്ലേ? പക്ഷെ എന്തായാലും ഇതുപോലെ കിണറൊക്കെ ഇറങ്ങി കളിക്കുന്ന അമ്മമാരുണ്ടോ വേറെ അടുത്ത്? ഇല്ല ഇല്ല ഇല്ല. അപൂർവം ചില ആൾക്കാരെ ഉള്ളു ഇങ്ങനെ. അതുകൊണ്ടാണല്ലോ നമ്മൾ തേടി എത്തിയതാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്. കുഞ്ഞിപ്പെണ്ണ് വന്നപ്പോഴേക്കും അടിപൊളിയായിട്ട് ഇവിടെ എല്ലാം കട്ടിത്ത് ഭയങ്കര കട്ടിയാ. അതുണ്ടോ കല്ല, ഈ കട്ടിക്കല്ലൊക്കെ നല്ല പൊളിച്ചടുക്കി വെച്ചേക്കോ. നല്ലതായിട്ട് തൊടിയൊക്കെ ചെത്തി വന്നപ്പോഴത്തേക്ക് ചെറിയ കല്ല്, ചെറിയ കല്ലല്ല, ഒരു തേങ്ങ ഇരിക്കുന്ന അവിടെ. അത് നമ്മൾ ഗണപതി സാങ്കല്പിച്ചിരുന്നു. അദ്ദേഹത്തിനെയാണ് നമ്മൾ ഈ കിണറ്റിൽ ഇറക്കിയേക്കുന്നത്. അദ്ദേഹമാണ് പിന്നെ ഈ ഭൂമിയുടെ അടിയിൽ ഒരാളുണ്ട്, വലിയ ശക്തിയുണ്ട്, ഭൂമി ദേവി എന്ന് പറയും. അപ്പം അമ്മ ഞങ്ങൾക്ക് വെള്ളം തരും, ഗണപതി ഭഗവാനെ കിണറ്റിൽ ഇറക്കും. അത് ആ തേങ്ങ എന്ന് പറയുന്നത് ഗണപതിയെ ഞങ്ങൾ സാങ്കല്പിച്ചായിരുന്നു. അപ്പം ഈ ഭൂമി ദേവി അമ്മ മാതാവ് അവിടുന്ന് ഞങ്ങൾക്ക് കനിയണം. ഞങ്ങൾ ഈ ഇറങ്ങുന്ന മേഖലയില് അവിടുന്ന് കനിഞ്ഞ് ഞങ്ങൾക്ക് വെള്ളം എത്രയും പെട്ടെന്ന് ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്താതെ വെള്ളം തരണം എന്നുള്ള രീതി കൂടെ നമ്മൾ ചെയ്യുന്നത്. അതൊരു വലിയ ശക്തിയാണ്. അപ്പൊ ആ തോന്നലിൽ കൂടെ നമ്മൾ പണിയുന്നുണ്ട് മോനെ. ഇപ്പം ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇത്രയും വർഷത്തിന്റെ ഇടയില് ഞാൻ ഒരുപാട് കിണറുകൾ വെട്ടിയിട്ടുണ്ട്. പിന്നെ 1000-ഓളം കിണർ, 1000-പുറത്ത് കിണർ ഞാനിപ്പോ വെട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ വേനൽക്കാലം വന്നാലും മഴക്കാലം വന്നാലും എന്ത് വന്നാലും എനിക്ക് കിണറിന്റെ പണിയായാലും എന്ത് പണിയും ഉണ്ട്. എല്ലാം ആരെന്ത് പണിക്ക് വിളിച്ചാലും ആ പണിക്കെല്ലാം ഞാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ഇത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മള്. അതെ, ഈ പ്രേക്ഷകരെല്ലാം എത്തിക്കുന്നതേ ഉള്ളൂ. കുഞ്ഞുപെണ്ണിന് യാതൊരു ഫലവും ഒരു ഫലവുമില്ല. അപ്പൊ എന്തായിരുന്നു കുഞ്ഞുപെണ്ണിന്റെ ആഗ്രഹം? എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഞ്ഞു വീടില്ലല്ലേ അമ്മയ്ക്ക്? എനിക്ക് വീടില്ല. എനിക്കൊരു കുഞ്ഞു വീട് വെച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. വീടില്ല, സ്വന്തമായിട്ട് കുഞ്ഞൊരു വീടുണ്ട്. അതിനകത്താ ഇപ്പൊ താമസിക്കുന്നേ. അത് അന്ന് ഒരു
അന്ന് നമ്മൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പറഞ്ഞാൽ 35 രൂപയ്ക്ക് കിട്ടിയ ഒരു വീടാ. അത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങള് ഇത്രയും പേരും കൂടെ അവിടെ കഴിയുക. പിന്നെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സുരേഷ് ഗോപി സാറിനെ എനിക്ക് എന്റെ അവസാനത്തെ ആഗ്രഹവും എന്റെ അദ്ദേഹം ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാം. എന്റെ പ്രയാസങ്ങൾ അദ്ദേഹത്തിനോട് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അദ്ദേഹം അത് സാധിച്ചു തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് എന്തായാലും നമുക്ക് വീഡിയോ ചെയ്ത് നോക്കാം. സാറ് കാണട്ടെ. അതെ അല്ലേ? അതെ, നമ്മൾ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ജോലി നടക്കട്ടെ.